ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ധാരാവൈദ്യുതി എന്ന് പറയുന്ന പാഠാണ്. നിങ്ങൾ വൈദ്യുതി, കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പല പ്രാവശ്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. നമ്മൾ അതുപോലെ നമ്മളെ ഡെയിലി ലൈഫിൽ ഈ വൈദ്യുതി പല കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് സെല്ല്, കറണ്ട് എങ്ങനെയാണ്, അതുപോലെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ മെയിൻലി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ധാരാവൈദ്യുതി എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. LED പ്രകാശിക്കുവാൻ എന്തിനായിരിക്കും ഈ ഘടകം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ ഒരു ബാറ്ററി കാണുന്നില്ലേ? ഈ ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്, വയറുണ്ട്, അതിലൂടെ ഇവിടെ ഒരു LED ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഘടകങ്ങൾ എന്തിനാണ് ഈ LED കത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് ഈ ഘടകങ്ങൾ, ഇവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് എന്തായിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ യൂസസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ ഘടകങ്ങളൊക്കെ ഈ ഒരു LED ബൾബ് കത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. സ്കൂളിലെ ശാസ്ത്രോത്സവത്തിൽ ബാറ്ററി ഉപയോഗിച്ച് LED പ്രവർത്തിക്കുന്ന സർക്യൂട്ട് നിരീക്ഷിച്ച കുട്ടിക്കുണ്ടായ സംശയം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചല്ലോ. കുട്ടിക്കുണ്ടായ സംശയം എന്താണ്? അവിടെ എന്തിനാണ് ആ LED കത്താൻ അവിടെ ആ ഘടകങ്ങൾ ഉപയോഗിച്ചത് എന്നതാണ് ആ കുട്ടിക്കുണ്ടായ സംശയം. അവിടെയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, അത് എന്തിനായിരിക്കും ഉപയോഗിച്ചത്, അത് ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തിലാണ് LED കത്തുന്നത് എന്നുള്ള കാര്യമാണ് ആ കുട്ടിക്കുണ്ടായ സംശയം. അതൊക്കെയാണ് നമുക്ക് നോക്കാം. വൈദ്യുതിയെയും വൈദ്യുത ചാർജിനെയും കുറിച്ച് ചില വസ്തുതകൾ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ വൈദ്യുതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. കുറച്ച് ലെങ്ത്തുള്ള ചാപ്റ്ററാണ്. എന്നാൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കണ്ടന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്. അപ്പോൾ ഓരോ ഭാഗവും അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് അന്നന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ 10th അതുപോലെ +1 +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പാഠത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പം എല്ലാവരും അറിഞ്ഞു വെച്ച് പഠിച്ചു പോകും. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് നോക്കാം. ഉരസൽ മൂലം വസ്തുക്കൾക്ക് വൈദ്യുത ചാർജ് ലഭിക്കുന്നത് ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണെന്ന് അറിയാമല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടില്ലേ? നമ്മൾ സ്കെയിൽ ഇങ്ങനെ ഉരച്ചിട്ട് പേപ്പറിനെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ പേപ്പർ ജസ്റ്റ് അതിലെന്താ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ലേ? അതുപോലെ സിൽക്കിൻ്റെ ക്ലോത്ത് ഇല്ലേ, ഗ്ലാസ്സിൽ ഉരസുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ എന്താണ് അവിടെ ചാർജ് ഉണ്ടാവുന്നുണ്ട്, വൈദ്യുത ചാർജ് ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നാണ് പറയുന്നത്? അതിലുള്ള ആ വസ്തുവിലുള്ള ഇലക്ട്രോണുകൾക്ക് കൈമാറ്റം സംഭവിക്കുന്നത്. ആ വസ്തുവിലുള്ള ഇലക്ട്രോണുകൾക്ക് കൈമാറ്റം സംഭവിക്കുന്നത് മൂലമാണ് അവിടെ വൈദ്യുത ചാർജ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതുമൂലമാണ് വൈദ്യുത ചാർജ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞ സ്കെയിലിൻ്റെ കേസ്, അതുപോലെ സിൽക്കിൻ്റെ ക്ലോത്ത് ഗ്ലാസ്സിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ വൈദ്യുത ചാർജ് ഉണ്ടാവുന്നത് ഇലക്ട്രോണുകൾക്ക് കൈമാറ്റം സംഭവിക്കുന്നതിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? നോക്കാം. ഉരസൽ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഉരസുന്ന സമയത്ത് ഈ വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും ലഭിക്കുന്നുണ്ട്, നെഗറ്റീവ് ചാർജും ലഭിക്കുന്നുണ്ട്. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുന്ന സമയത്ത് രണ്ട് വസ്തുക്കൾക്കും ചാർജ് ലഭിക്കുന്നുണ്ട്. അതായത് അതിലുള്ള കണികകൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുമൂലമാണ് ഈ വസ്തുക്കൾക്ക് ലഭിക്കുന്നത്? ചാർജ് ലഭിക്കുന്നത്. അപ്പം ഈ വൈദ്യുത ചാർജ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നിന് പോസിറ്റീവ് ചാർജുമായിരിക്കും, എന്നാൽ മറ്റേ രണ്ട് വസ്തുക്കളിലെ ഒന്നിന് പോസിറ്റീവും മറ്റേതിന് നെഗറ്റീവുമാണ് വരുന്നത്. സോ ലഭിക്കുന്ന ചാർജുകൾ പോസിറ്റീവ്
ആൻഡ് എന്താണ് നെഗറ്റീവ്. നെഗറ്റീവ് ചാർജ് ആണ് ലഭിക്കുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോണുകളുടെ ചാർജ് ഏതാണ് എന്ന്. ഇലക്ട്രോണുകളുടെ ചാർജ് എപ്പോഴും എന്താണ് നെഗറ്റീവ് ആയിരിക്കും. അത് ഓർത്ത് വെക്കാതെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ് എന്നാ ചോദിച്ചത്, നെഗറ്റീവ്. അത് എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. സോ ഇലക്ട്രോണുകളുടെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ദെൻ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് നമ്മളോട് ചോദിച്ചത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, ഓരോന്നിനും യൂണിറ്റ് ഉണ്ട്, ഓരോ അളവിനും യൂണിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. നമുക്ക് പലതിൻ്റെ യൂണിറ്റ് അറിയാം, പല അളവിൻ്റെ യൂണിറ്റുകൾ അറിയാം. എന്നാൽ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോം എന്നാണ് പറയുക. കുളോം എന്നാണ് പറയുക. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ സി, കുളോമാണ്. കുളോംബ് എന്നൊക്കെ കാണാറുണ്ട്, കുളോംബ് എന്ന് കാണാറുണ്ട്. കുളോം എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ എഴുതുമ്പം കുളോംബ് എന്ന് കാണാറുണ്ട്. ഈ ബി സൈലന്റ് ആണ്. കുളോം എന്നാണ് നമ്മൾ പറയുക. റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ സി വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ സി. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളോം ആണ് ആൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ സി ആണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ ഉരസുന്ന സമയത്ത് ഉരസുമ്പോൾ എന്താണ് അവിടെ എന്താണ് കണികകളുടെ കൈമാറ്റം സംഭവിക്കുന്നുണ്ട്. അതുമൂലം അവയ്ക്ക് എന്താണ് വൈദ്യുത ചാർജ് ലഭിക്കുന്നുണ്ട്. അതായത് ഒന്ന് നെഗറ്റീവ് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോണിന്റെ ചാർജ് എന്താണെന്നാ ചോദിച്ചത്. സോ ഇലക്ട്രോണിന്റെ ചാർജ് ഓൾവേസ് എന്തായിരിക്കും, എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതിനൊരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കുക ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ദെൻ നമ്മളോട് ചോദിച്ചത് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഓർത്ത് വെക്കണം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളോം ആണ് ആൻഡ് റെപ്രസെന്റ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ സി വെച്ചിട്ടാണ്. അത് ക്ലിയർ ആയോ? ദെൻ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ, ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. ചാർജ് ചെയ്യപ്പെട്ട ഒരു കപ്പാസിറ്റർ. ഇവിടെ ഉള്ളത് ഒരു ചാർജ് ചെയ്ത ഒരു കപ്പാസിറ്റർ ആണ്. ഇതൊരു കപ്പാസിറ്റർ ആണ്. ദെൻ അതിൻ്റെ 6 വോൾട്ടും 500 മൈക്രോ ഫാരഡും ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ എൽ ഇ ഡിയുമായി ഇവിടെ എൽ ഇ ഡി കാണുന്നില്ലേ, ഇതാണ് എൽ ഇ ഡിയുമായി ചിത്രത്തിൽ കാണുന്നത് പോലെ ബന്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നിങ്ങളുടെ നിരീക്ഷണം എന്തായിരിക്കും, നമ്മളെ നിരീക്ഷണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു എൽ ഇ ഡി ബൾബ് ഈ പറയുന്ന കപ്പാസിറ്ററുമായി ബന്ധിപ്പിച്ച് വെക്കുമ്പോൾ നമ്മൾ എന്താണ് നിരീക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നിരീക്ഷിക്കുക? ഇങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എൽ ഇ ഡി ബൾബില്ലേ, ഈ എൽ ഇ ഡി ബൾബ് ഗ്ലോ ചെയ്യും. അതായത് അത് കത്തുകയാണ് ചെയ്യുന്നത്. എൽ ഇ ഡി ബൾബ് കത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് കണ്ടിന്യൂസ്ലി ആ കത്തിൽ തുടർന്നുകൊണ്ട് നിൽക്കില്ല. കുറച്ച് ടൈം കഴിയുന്നതിനനുസരിച്ച്, സമയം മാറുന്നതിനനുസരിച്ച് ആ പ്രകാശത്തിന്റെ തെളിച്ചം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇനീഷ്യലി തുടക്കത്തിൽ ആ എൽ ഇ ഡി നല്ല രീതിയിൽ കത്തുന്നുണ്ട്. എന്നാൽ സമയം കഴിയും തോറും ആ എൽ ഇ ഡിന്റെ പ്രകാശം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ നമ്മൾ നിരീക്ഷണം എന്ന് പറയുന്നത് എൽ ഇ ഡി ബൾബ് കത്തുന്നുണ്ട്, എന്നാൽ അത് തുടർച്ചയായി പ്രകാശിക്കുന്നില്ല, കുറഞ്ഞു വന്ന് പ്രകാശം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൽ ഇ ഡി ബൾബ് പ്രകാശിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ദെൻ എൽ ഇ ഡിയുമായി ബന്ധിപ്പിച്ചപ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കുന്നു? എൽ ഇ ഡി ആയിട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കപ്പാസിറ്ററിന് ചാർജ് എടുത്തിട്ടാണ് എൽ ഇ ഡി പ്രകാശിക്കുന്നത്. അപ്പൊ ഈ എൽ ഇ ഡി പ്രകാശിക്കും തോറും എന്താവുന്നുണ്ട്, കപ്പാസിറ്ററിന്റെ ചാർജ് കുറഞ്ഞു വരുന്നുണ്ട്. കപ്പാസിറ്ററിലെ ചാർജ് എന്താവുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നിങ്ങളുടെ നിരീക്ഷണം എൽ ഇ ഡി ബൾബ്
പ്രകാശിക്കുന്നു. അതാണ് നമ്മളെ നിരീക്ഷണം. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നില്ലേ? പ്രകാശിക്കുന്നു. ദെൻ LED ബന്ധിപ്പിച്ചപ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കുന്നു? കുറയും. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ബൾബ് കത്തുന്നത്. സോ LED എന്താണ്? കുറയുന്നു. സോ കപ്പാസിറ്ററിന്റെ വൈദ്യുത ചാർജ് കുറയുന്നു. അത് LED ഉപയോഗിച്ചിട്ടാണ് LED കത്തുന്നത്. അപ്പോൾ നമ്മൾ ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സമയം കഴിയുന്തോറും കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ ക്രമീകരണത്തിൽ LED തുടർച്ചയായി പ്രകാശിക്കാത്തതിന് കാരണം എന്തായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്രമീകരണത്തിൽ LED തുടർച്ചയായി പ്രകാശിക്കാത്തതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? ഈ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജ് കുറഞ്ഞു വരുന്നു. അതിൽ കുറച്ച് വൈദ്യുത ചാർജേ ഉള്ളൂ. അത് ഉപയോഗിച്ച് അത് പ്രകാശിച്ചു. അത് തീരുന്നതിനനുസരിച്ച് അല്ലെ അത് കുറയുന്നതിനനുസരിച്ച് അതിന് എല്ലായ്പ്പോഴും ഒരുപോലെ പ്രകാശിക്കാനാവില്ലല്ലോ. വൈദ്യുത ചാർജിന്റെ അളവ് കുറയുന്നു. അതിനനുസരിച്ച് പ്രകാശത്തിന്റെ തീവ്രതയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഈ ക്രമീകരണത്തിൽ തുടർച്ചയായി പ്രകാശിക്കാത്തതിന് കാരണം എന്തായിരിക്കുമെന്നാണ്. കാരണം എന്ന് പറയുന്നത് കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജ് അല്ലേ കുറയുന്നത്? വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കുകയാണ്? വൈദ്യുത ചാർജ് കുറയുന്നത് മൂലമാണ് നിരന്തരം അല്ലെങ്കിൽ തുടർച്ചയായി ഇതിന് പ്രകാശിക്കാൻ സാധിക്കാത്തത്. LEDക്ക് തുടർച്ചയായി പ്രകാശിക്കാൻ സാധിക്കാത്തത്. എന്നാൽ നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ കാണുന്നില്ലേ? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്ക്. മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം. കാൽക്കുലേറ്ററിലെയും മറ്റും ഉപയോഗിക്കുന്ന ബട്ടൺ സെൽ, ഇതിനാണ് നമ്മൾ ബട്ടൺ സെൽ എന്ന് പറയുന്നത്. ബട്ടൺ സെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വാച്ചസിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് ബട്ടൺ സെല്ലാണ്. അതുപോലെ ചില ടോയ്സുകളൊക്കെ ഉണ്ട്. നമ്മളെ ചെറിയ ഫോണുകളില്ലേ, കുട്ടികൾ കളിക്കുന്ന ഫോണ്, അതിലുള്ളത് ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം ഈ സാധനമല്ലേ. ഈ തരത്തിലുള്ള ബാറ്ററികളെയാണ് നമ്മൾ ബട്ടൺ സെൽ എന്ന് പറയുന്നത്. അതായത് നമ്മളെ വാച്ചുകളിൽ ചില കാൽക്കുലേറ്റേഴ്സിലൊക്കെ, എല്ലാത്തിലും അല്ല, ചില കാൽക്കുലേറ്റേഴ്സിൽ വാച്ചുകളിൽ ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് സെൽ. അതായത് ഒരു സിൽവർ ഒരു ബട്ടൺ പോലെയുള്ള സെല്ല്, കാണുമ്പോൾ ഒരു ബട്ടൺ പോലെ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് ബട്ടൺ സെൽ. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ബട്ടൺ സെല്ലുമായിട്ട് നമ്മളെ LED ബന്ധിപ്പിക്കാനാണ്. അവിടെ പിക്ചറിൽ കൊടുത്തതുപോലെ ബട്ടൺ സെല്ലുമായി നമ്മളെ LED ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ നിരീക്ഷണം എന്താണ് നിരീക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ബട്ടൺ സെല്ലുമായിട്ട് LED നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിരീക്ഷിക്കുക എന്നറിയോ? സ്ഥിരമായിട്ട്, അതായത് നമ്മളെ LED എന്ന് പറയുന്നത് ഒരേപോലെ കത്തിക്കൊണ്ടിരിക്കും, പ്രകാശിച്ചുകൊണ്ടിരിക്കും. അവിടെ പ്രകാശത്തിന്റെ തീവ്രത കുറയുന്നൊന്നുമില്ല. അത് കത്താതിരിക്കുന്നില്ല, നിരന്തരം ഒരേപോലെ, അതായത് ഒരേപോലെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, പ്രകാശിക്കുന്നു. LED തുടർച്ചയായി അത് ഓഫായി പോകുന്നൊന്നുമില്ല, തുടർച്ചയായി പ്രകാശിക്കുന്നു. അതാണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുക. ഇവിടെ LED തുടർച്ചയായി പ്രകാശിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കുകയാണ്, തുടർച്ചയായി പ്രകാശിക്കുന്നുണ്ടോ എന്ന്. അതെ, ഉണ്ട്. അതെ, അതെന്താ? അവിടെ തുടർച്ചയായിട്ട് LED പ്രകാശിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കപ്പാസിറ്റർ ഉപയോഗിച്ചപ്പോൾ അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രകാശം അല്ലായിരുന്നു. അതിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്, പിന്നെ അവസാനം ആകുമ്പോഴേക്കും അത് കത്താതെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം എന്തായിരിക്കും കാരണം? ഈ ബട്ടൺ സെൽ ഉപയോഗിച്ചപ്പോൾ അത് നിരന്തരം, അതായത് സ്ഥിരമായി പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ കപ്പാസിറ്റർ ഉപയോഗിച്ചപ്പോൾ അത് സ്ഥിരമായി പ്രകാശിക്കുന്നില്ല. നോക്കാം. ഒന്നാമത്തെ പരീക്ഷണത്തിൽ വളരെ കുറഞ്ഞ സമയത്തേക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ, സമയം കുറയുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ തീവ്രത കുറഞ്ഞ് അത് ഓഫായി പോകുന്നുണ്ട്, അതായത് പ്രകാശിക്കാതെ നിൽക്കുന്നുണ്ട്.
എന്നാൽ രണ്ടാമത്തതിൽ തുടർച്ചയായി വൈദ്യുത ചാർജിന്റെ പ്രവാഹം ഉണ്ടാകുന്നു. രണ്ടാമത്തെ കേസിൽ എന്താ, സ്ഥിരമായി പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സ്ഥിരമായിട്ടുള്ള എന്തുണ്ട്, വൈദ്യുത ചാർജിന്റെ പ്രവാഹമുണ്ട്. ബട്ടൺ സെല്ലില് എന്താണ്, ബട്ടൺ സെല്ലല്ലേ രണ്ടാമത്തത്, അവിടെ തുടർച്ചയായി എന്തുണ്ട്, വൈദ്യുത ചാർജിന്റെ പ്രവാഹം ഉണ്ടാകുന്നു. മനസ്സിലായോ? ബട്ടൺ സെല്ലിൽ തുടർച്ചയായ വൈദ്യുത പ്രവാഹം ഉണ്ട്, അത് കാരണം അത് തുടർച്ചയായി പ്രകാശിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ കപ്പാസിറ്ററിന്റെ കേസിൽ തുടർച്ചയായി പ്രകാശിക്കുന്നില്ല. അത് കുറച്ച് സമയത്തേക്ക് അല്ലെ അല്പസമയം കഴിയുമ്പോൾ അത് പ്രകാശിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് അതിൽ തുടർച്ചയായ വൈദ്യുത പ്രവാഹമില്ല. അതിലെ വൈദ്യുത പ്രവാഹം സമയം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, അതില്ലാതെ ആവുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് പ്രവർത്തനങ്ങൾ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. അതായത് നമ്മളെ ചാർജുകളിലെ ചാർജിന്റെ ചലനങ്ങളാണ്, അതായത് തുടർച്ചയായ ചലനങ്ങളാണ് നമ്മളെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മളൊരു സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. നമ്മളോട് ചോദിക്കും, വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളെ ചാർജുകളുടെ ചലനമാണ്. ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ എന്താണ്, തുടർച്ചയായ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നുണ്ട്. ചാർജുകൾ ചലിക്കുമ്പോഴാണ് അവിടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അടുത്തത് നോക്കാം. വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി നമുക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. നമ്മളോട് പറഞ്ഞ ഈ വൈദ്യുത പ്രവാഹത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ അതിലൂടെ നമുക്ക് വൈദ്യുത പ്രവാഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഓരോ പ്രവർത്തനമായിട്ടൊന്ന് നോക്കിയാലോ? ഇവിടെ നോക്കൂ, ഒരു ബീക്കറില്ലേ, ഇവിടെ അനദർ ബീക്കറിന്റെ 2 ബീക്കറാണ് എടുത്തിട്ടുള്ളത്. നോക്കാം. എ ആൻഡ് ബി എന്നീ 2 പാത്രങ്ങൾ ഉദ്ദേശിച്ചത് ബീക്കറാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ ഏതെങ്കിലും നിറം ചേർത്ത ജലവും, അതായത് ഒന്നില് നമ്മൾ ഏതെങ്കിലും നിറം ചേർത്ത ഒരു ജലം എടുക്കുക. രണ്ടാമത്തതിൽ സാധാരണ ജലം എന്ന കളർ ഇല്ലാത്ത ജലമാണ്, നിറം ചേർക്കാത്ത ജലം എടുക്കാൻ. ഒരേ അളവിലാണ് എടുക്കേണ്ടത്. നോക്ക്, രണ്ടും ഒരേ ലെവലിലല്ലേ, ഒരേ അളവിലല്ലേ എടുത്തിട്ടുള്ളത്, ഒരേ അളവിലാണ് എടുക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ ജലം നിറച്ച ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ ട്യൂബ് പാത്രങ്ങളിലെ ജലത്തിൽ താഴ്ത്തുക. ഇതാണ് നമ്മളെ ട്യൂബ്. ഈ ട്യൂബിന് നമ്മൾ സൈഫൺ എന്ന് പറയാറുണ്ട്. അതിൽ കുറച്ച് ജലം എടുത്തിട്ട് രണ്ടിലും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ എന്ന പാത്രത്തിൽ നിന്നും ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എ എന്ന പാത്രത്തിൽ നിന്ന് ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകാൻ സാധ്യതയുണ്ടോ? ഇല്ല. എ എന്ന പാത്രത്തിൽ നിന്ന് ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകില്ല. അത് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ 2 കപ്പ് എടുക്കുക. 2 കപ്പ് ഒരേ പോലത്തെ 2 കപ്പ് എടുക്കുക. രണ്ടും ഒരേ നിരപ്പായ ഒരേ ഉയരത്തിലുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ അതിൽ ഒരേ അളവിൽ ജലം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു സൈഫൺ പോലെ ഒരു ട്യൂബിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിന് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഡിപ്പ് ചെയ്തൊന്ന് മുക്കി വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്ക്, വെള്ളം പോകുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് വെള്ളം പ്രവഹിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ നിരീക്ഷിച്ച് നോക്ക്. ഉണ്ടാവില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കുക. ഈ ഒരു കേസിൽ ഈ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അവിടെ ജലം പ്രവഹിക്കില്ല. സോ എ എന്ന പാത്രത്തിൽ നിന്ന് ബി എന്ന പാത്രത്തിലേക്ക് ജലം ഒഴുകുന്നുണ്ടോ? ഇല്ല. ദെൻ 2 പാത്രങ്ങളിലെയും ജലനിരപ്പിന്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ എന്നാ ചോദിച്ചത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ജലനിരപ്പിന്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് തുല്യമായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. തുല്യമായിരിക്കില്ലേ?
കാരണം എന്താണ്? രണ്ടും ഒരേ ജലനിരപ്പിലാണുള്ളത്. ഒരേ അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പിന്റെ ഉയരം കൊണ്ടുണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ? തുല്യമാണ്. എന്താണ്? തുല്യമാണ്. രണ്ടും ഒരേ അളവിലാണ്, ഒരേ നിരപ്പിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പിന്റെ ഉയരം കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ രണ്ടിന്റെ കേസിലും എന്താണ്? ഈക്വൽ ആണ്, അഥവാ തുല്യമാണ് എന്ന് നമുക്ക് പറയാം. നോക്ക്, എ എന്ന പാത്രം അല്പം ഉയരത്തിൽ വെച്ചിട്ട് പരീക്ഷണം ആവർത്തിക്കാൻ. ഇതാണ് എ. നമ്മളെന്താ ഇതിനെ അപേക്ഷിച്ച് കുറച്ച് ഉയരത്തിലല്ലേ വെച്ചിട്ടുള്ളത്? നോക്ക്, കുറച്ച് ഉയരത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉയരത്തിൽ വെച്ചിട്ട് നമ്മളോട് ഈ പരീക്ഷണം ആവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എന്താണ് നിരീക്ഷിക്കുക എന്നറിയോ? നമ്മൾ ഈ എയിൽ നിന്ന് ജലം ബിയിലേക്ക് ഒഴുകുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ. നിങ്ങൾ അതേ കാര്യം ഒന്ന് ചെയ്തു നോക്ക്. അതിൽ ഒരു കപ്പ് കുറച്ച് ഉയരത്തിൽ വെച്ചിട്ട് അതേ കാര്യം ചെയ്തു നോക്ക്. നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുക എന്താണെന്നറിയോ? നമ്മൾ ഈ ഉയരത്തിൽ വെച്ച പാത്രമില്ലേ, ആ ഒരു കപ്പില്ലേ, ഈ ഉയരത്തിൽ വെച്ച കപ്പിൽ നിന്ന് ജലം താഴെയുള്ള കപ്പിലേക്ക് ഒരേ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഉയരത്തിൽ വെച്ച കപ്പിലെ ജലം എന്താണ്? താഴെ വെച്ചതിലേക്ക് ഒഴുകും. അതായത് ജലം പ്രവഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എ എന്ന പാത്രത്തിൽ നിന്ന് ബി എന്ന പാത്രത്തിലേക്ക് ഇപ്പോൾ ജലം ഒഴുകുന്നുണ്ടോ? ഉണ്ട്. ചിത്രം 7.3 പരീക്ഷണത്തിൽ രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ജലം ഒഴുകാത്തത്. നമ്മൾ പറഞ്ഞു ആദ്യം ചെയ്തതിൽ ജലം ഒഴുകുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പാത്രത്തിലെ ജലനിരപ്പിന്റെ ഉയരത്തിൽ എന്തില്ല? വ്യത്യാസമില്ല. ആദ്യം ഒരേ ലെവലിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ആദ്യം ഒഴുകാതിരുന്നത്. എന്നാൽ ഇവിടെ നോക്ക്, ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമില്ലേ? ജലനിരപ്പിന്റെ ഉയരത്തിൽ എന്താണ്? വ്യത്യാസമുണ്ട്. അപ്പൊ എന്ത് പറയാം നമുക്ക്? അവിടെ ജലം എന്താവുന്നുണ്ട്? പ്രവഹിക്കുന്നുണ്ട്. നോക്കാം. 7.4 ഇത്. ഈ ഒരു പരീക്ഷണത്തിൽ ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ജലം ഒഴുകിയത്. അത് ക്ലിയർ ആയല്ലോ? ഉയരത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് ജലം ഒഴുകിയത്. എന്നാൽ അവിടെ ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമില്ലാത്തതിനാലാണ് ആദ്യത്തെ പ്രവർത്തനത്തിൽ ജലം ഒഴുകാത്തത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ്, താഴെ കൊടുത്ത രണ്ട് സന്ദർഭങ്ങൾ കൂടി നിരീക്ഷിക്കുക. നമ്മളിപ്പോൾ ഒരു സന്ദർഭം നിരീക്ഷിച്ചു, ജലത്തിന്റെ പ്രവാഹം. അതായത് ജലനിരപ്പ് കൂടുതലുള്ളിടത്തുനിന്ന് ജലനിരപ്പ് കുറവുള്ളിടത്തേക്ക് ജലം പ്രവഹിക്കുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് രണ്ട് സന്ദർഭങ്ങൾ കൂടെ നിരീക്ഷിക്കാനുണ്ട്. അതിൽ ആദ്യത്തത് ഒന്ന് നോക്കാം. ഇവിടെ പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിൽ എന്താണെന്നുള്ളതൊന്ന് വായിച്ചു നോക്ക്. മെഴുകുതിരി ജ്വാലയിൽ ഒരു ഇരുമ്പ് ദണ്ട് സ്പർശിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചത്. നോക്ക്, ഇത് മെഴുകുതിരിയല്ലേ? അതിന്റെ ജ്വാല എന്ന് പറയുന്നത് നോക്ക്, നമ്മൾ ഈ ഇരുമ്പ് ദണ്ടില് സ്പർശിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് തന്നെ ഇവിടെ 2 പോയിന്റ് ഉണ്ട്, Q and P. 2 പോയിന്റ് ഉണ്ട്, Q and P. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നോക്കാം. മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിന്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത്? നമ്മളോട് ചോദിച്ചത് ഈ മെഴുകുതിരി ജ്വാലയിൽ ദണ്ട് സ്പർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്പർശിച്ച ഉടൻ ഇവിടെ ഏത് പോയിന്റിലായിരിക്കും? അതായത് P ഉണ്ട്, Q ഉണ്ട്. ഏത് പോയിന്റിലായിരിക്കും താപം കൂടുതൽ? അതായത് ടെമ്പറേച്ചർ കൂടുതൽ എവിടെയായിരിക്കും? താപനില കൂടുതൽ എവിടെയായിരിക്കും അനുഭവപ്പെടുക? Pയിലാണോ Qയിലാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. Qയിലായിരിക്കുമല്ലോ. നമ്മൾ മെഴുകുതിരി ഒന്ന് ആലോചിച്ച് നോക്കും. മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റല് അല്ലെ ഇരുമ്പ് ദണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ
ആ മെഴുകുതിരിന്റെ ജ്വാല സ്പർശിക്കുന്നിടത്തായിരിക്കും എന്ത് താപനില കൂടുതൽ. അപ്പൊ ഇവിടെ ജ്വാല സ്പർശിക്കുന്നത് ക്യൂയിലല്ലേ, സോ എന്താണ് ആൻസർ? ക്യൂ. then അടുത്തത്, ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. താപം ഒഴുകുന്നത് നോക്ക്, ക്യൂയിലാണ് താപനില കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഈ ദണ്ട് ഇങ്ങനെ ഈ ജ്വാലയ്ക്ക് നേരെ വെച്ച് കഴിഞ്ഞാൽ ടൈം കഴിയുന്നതിനനുസരിച്ച്, ഇവിടെയല്ലേ ഇനീഷ്യലി തുടക്കത്തിൽ ഏറ്റവും താപനില ഉണ്ടാവുക, എന്നാൽ കുറച്ച് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ചൂട് വന്ന് നമുക്ക് കൈക്ക് ചെറിയ ചൂട് അനുഭവപ്പെടാറില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പാചകം ചെയ്യുന്ന നമ്മൾ പാത്രം ഇല്ലേ, ഇപ്പം എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഇടുക, ജസ്റ്റ് അത് മിക്സ് ചെയ്യാൻ ഒരു സ്പൂൺ ഇടുകയാണ് എന്ന് വിചാരിക്കാം. ആ സ്പൂൺ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് ജസ്റ്റ് സ്പൂൺ എടുത്ത് നോക്കിയ സ്പൂണ് എന്താ ആ പാത്രത്തിൽ ടച്ച് ചെയ്ത ഭാഗത്ത് താപനില കൂടുതലായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. നാം പിടിക്കുന്ന സ്ഥലത്ത് ചൂട് കുറവായിരിക്കും. എന്നാൽ അതേ സ്പൂൺ കുറച്ചധികം നേരം നമ്മൾ ഈ പാചകം ചെയ്യുന്ന സാധനത്തിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് ആ ചൂട് അല്ലെ താപം നമുക്ക് എന്താ അനുഭവപ്പെടില്ലേ? ഈ പിടിക്കുന്ന ഭാഗത്തേക്ക് ചെറിയ ചൂട് വരാറില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താണ്, ഈ തീ ജ്വാല, ഈ മെഴുകുതിരി ജ്വാല സ്പർശിക്കുന്നിടത്ത് താപനില കൂടുതലാണ്, എന്നാൽ താപനില ക്യൂവിൽ നിന്ന് പിയിലേക്ക് എന്താണ് പ്രവഹിക്കുന്നുണ്ട്. താപനില ക്യൂവിൽ നിന്ന് പിയിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. അതായത് താപം കൂടിയ ഇടത്തുനിന്ന്, താപനില കൂടുതലുള്ള ഇടത്തുനിന്ന് താപനില കുറവുള്ള സ്ഥലത്തേക്ക് എന്താണ് താപമാറ്റം ചെയ്യപ്പെടുന്നു, താപം എന്താ പ്രവഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നമുക്ക് നോക്കാം. ചോദിച്ചിട്ടുള്ള ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ആൻസർ ഈസ് ക്യൂവിൽ നിന്ന് പിയിലേക്ക്. ക്യൂവിൽ നിന്ന് എങ്ങോട്ടാണ്? പിയിലേക്കാണ് താപം പ്രവഹിക്കുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ രണ്ട് സന്ദർഭം കൂടെ പറയുന്ന പറഞ്ഞത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു. then രണ്ടാമത്തതാണിത്. പരമാവധി കാറ്റ് നിറച്ച ട്യൂബാണ് 7.6 കാണിച്ചത് ഈ ചിത്രത്തിന്റെ നമ്പറാണ് 7.6. അവിടെ കാണിച്ചത് പരമാവധി കാറ്റ് നിറച്ച ട്യൂബ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ ടയറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ട്യൂബില്ലേ, അങ്ങനെ ഒരു ട്യൂബാണ്. അതിൽ പരമാവധി കാറ്റ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് വായുമർദ്ദം അഥവാ പ്രഷർ കൂടുതൽ എവിടെയാണ് എന്നാണ് ചോദിച്ചത്. അതായത് പ്രഷർ കൂടുതൽ, വായുമർദ്ദം കൂടുതൽ എവിടെയാണ്? ട്യൂബിൻ്റെ അകത്തായിരിക്കോ പുറത്തായിരിക്കോ? ട്യൂബിൻ്റെ അകത്തല്ലേ, ആ കുറഞ്ഞ സ്ഥലത്ത് കുറച്ച് എയറിനെ നമ്മൾ പിടിച്ചു വെച്ചതല്ലേ. അപ്പം വായുമർദ്ദം കൂടുതൽ ട്യൂബിനകത്താണ്. അടുത്തത്, ട്യൂബിന്റെ വാൽവ് തുറന്നാൽ വായു എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പ്രവഹിക്കുക എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ട്യൂബിന്റെ വാൽവ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് വായു പ്രവഹിക്കാറ്? പുറത്തുനിന്ന് ഉള്ളിലേക്കാണോ? അല്ലല്ല, ട്യൂബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അഥവാ ട്യൂബിന്റെ ഉള്ളിലേക്കാണെങ്കിൽ നമ്മൾ ഈ പമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? താനെ കയറില്ലേ. അതായത് നമ്മൾ ഈ ട്യൂബിന്റെ ഉള്ളിൽ വായുമർദ്ദം കൂടുതലായതിനാൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ് വായു പ്രവഹിക്കുക. വായുമർദ്ദം കൂടുതലുള്ള സ്ഥലത്തിൽ നിന്ന് വായുമർദ്ദം കുറവുള്ള സ്ഥലത്തേക്കാണ് വായു പ്രവഹിക്കുന്നത്. അപ്പോൾ വായുമർദ്ദം കൂടുതൽ എവിടെയാണ്? ട്യൂബിനകത്താണ്. സോ ട്യൂബിനകത്ത് വായുമർദ്ദം കൂടുതലായതിനാൽ എന്താണ്, വായുമർദ്ദം കുറവുള്ള സ്ഥലത്തേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ട്യൂബിനകത്ത് വാൽവ് തുറന്നാൽ വായു എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പ്രവഹിക്കുക? ട്യൂബിനകത്ത് നിന്ന് ട്യൂബിന് പുറത്തേക്ക്, അകത്ത് നിന്ന് ട്യൂബിന് പുറത്തേക്ക്. ക്ലിയർ ആയല്ലോ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ ടയറിന്റെ കേസിലൊക്കെ എന്താ സംഭവിക്കുന്നത്? അകത്തു നിന്ന് പുറത്തേക്ക് പോവല്ലേ ചെയ്യുന്നത്, കാറ്റ് ഒഴിഞ്ഞു പോയി എന്നൊക്കെ അല്ലേ നമ്മൾ പറയാറ്. സോ ട്യൂബിനകത്ത് നിന്ന് പുറത്തേക്ക്. നോക്കാം, മുകളിൽ കൊടുത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന നിഗമനങ്ങൾ പട്ടികപ്പെടുത്തുക. നമ്മളോട് ചോദിച്ചത്, നമ്മളിപ്പോൾ 3 പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ജലത്തിന്റെ പ്രവാഹം ഉയരത്തിൽ വെച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തനം ചെയ്തു. 2 മെഴുകുതിരി ജാലയിൽ ഇരുമ്പ് തണ്ട് വെച്ചിട്ടുള്ള പ്രവർത്തനം ചെയ്തു.
മൂന്നാമത് നമ്മൾ ട്യൂബിനകത്ത് വായു വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്തത്. എന്നിട്ട് വാൽവ് തുറക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഈ പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. സന്ദർഭം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാഹ ദിശയാണ് നമ്മൾ എഴുതേണ്ടത്. സന്ദർഭം ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ? ജലം ഒഴുകുന്നത്. ജലം എവിടെ നിന്ന് എവിടേക്കാണ് ഒഴുകുന്നത്? എവിടെ നിന്ന് എവിടേക്കാണ് ഒഴുകുന്നത്? ജലനിരപ്പ് കൂടുതലുള്ളിടത്ത് നിന്ന്, അതായത് ജലനിരപ്പിന്റെ ഉയരം കൂടിയെടുത്ത് നിന്ന് കുറവുള്ളിടത്തേക്കാണ് ജലത്തിന്റെ പ്രവാഹ ദിശ. സോ ജലനിരപ്പിന്റെ ഉയരം കൂടിയ അടുത്തു നിന്ന് കുറവുള്ളിടത്തേക്കാണ് ഇടത്തേക്ക്. ക്ലിയർ ആണല്ലോ? അത് നമ്മളെ പരീക്ഷണ ഓർമ്മയുണ്ടല്ലോ. ദെൻ താപം പ്രവഹിക്കുന്നത് അതിവിടെ തന്നിട്ടുണ്ട്. ഉയർന്ന താപനിലയുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന താപനിലയുള്ള ഭാഗത്തേക്ക്. ഉയർന്ന താപനില ക്യൂയിലായിരുന്നു, ക്യൂയിൽ നിന്ന് പിയിലേക്ക്. ക്ലിയർ ആണല്ലോ? ദെൻ വായു പ്രവഹിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വായു പ്രവഹിക്കുന്നത് എവിടെ നിന്ന് എവിടേക്കാ? വായുമർദ്ദം കൂടുതലുള്ള ഇടത്ത് നിന്ന് വായുമർദ്ദം കുറവുള്ള ഇടത്തേക്കാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ട്യൂബിന്റെ കേസിലാണ് അത്. വായുമർദ്ദം അഥവാ പ്രഷർ എന്ന് പറയാം. വായുമർദ്ദം കൂടുതൽ എവിടെയായിരുന്നു? ട്യൂബിനകത്തല്ലേ? സോ കൂടുതൽ ഉള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക്. ക്ലിയർ ആയോ? ഈ പട്ടിക നമ്മൾ പൂർത്തിയാക്കിയല്ലോ. പട്ടിക പൂർത്തിയാക്കിയ 3 പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ്. 3 പ്രവർത്തനങ്ങളും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. ജലപ്രവാഹം ഉണ്ടായത് ഉയര വ്യത്യാസം മൂലമാണ്. അതായത് ഉയര വ്യത്യാസമുള്ള 2 സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലായി. അതായത് ഒരേ ജലനിരപ്പിൽ വെച്ച സമയത്ത് ജലനിരപ്പിന്റെ ഉയരം ഒരേപോലെ ആയ സമയത്ത് അവിടെ ജലപ്രവാഹം ഉണ്ടായില്ല. അപ്പൊ ജലം പ്രവഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഉയര വ്യത്യാസമാണ്. അതുപോലെ താപപ്രവാഹം ഉണ്ടായത് താപനിലയിലുള്ള വ്യത്യാസം മൂലമാണല്ലേ? താപനില കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് താപനില കുറഞ്ഞിടത്തേക്കാണ് താപം പ്രവഹിച്ചത്. ക്യൂവിൽ താപനില കൂടുതലായിരുന്നു, എന്നാൽ പി കുറവായിരുന്നു. അതുകൊണ്ട് കൂടുതൽ താപനില ഉള്ളിടത്തുനിന്ന് കുറവ് താപനില ഉള്ളിടത്തേക്കാണ് നമ്മളെ താപത്തിന്റെ പ്രവാഹം നടന്നിട്ടുള്ളത്. അത് മനസ്സിലായല്ലോ? അടുത്തത് വായുപ്രവാഹം എവിടെ നിന്ന് എവിടേക്കാ ഉണ്ടായത്? മർദ്ദത്തിൽ വ്യത്യാസമുള്ളതിനാലാണ്. മർദ്ദത്തിൽ വ്യത്യാസമുള്ള 2 മേഖലകൾ ഉള്ളതിനാലാണ്. അതായത് അകത്ത് വായുമർദ്ദം കൂടുതലും എന്നാൽ അന്തരീക്ഷത്തിലെ വായുമർദ്ദം അതിനെ അപേക്ഷിച്ച് കുറവുമായതിനാലാണ് നമ്മളെ വാൾവ് തുറന്ന സമയത്ത് വായു ട്യൂബിനകത്ത് നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചത്. അതായത് ഇപ്പോൾ പുറത്തുള്ള വായുമർദ്ദവും ട്യൂബിനകത്ത് ഒരേപോലെയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രവാഹം നടക്കില്ല. വായുമർദ്ദത്തിലുള്ള വ്യത്യാസമുള്ളത് കൊണ്ടാണ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് വായു പ്രവഹിച്ചത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത പ്രവർത്തനം നിരീക്ഷിക്കാം. ഇവിടെ നോക്ക്, ചിത്രം 7.7 നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ചിത്രമാണ് പറയുന്നത്. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഫൺ മാത്രം ഉപയോഗിക്കുമ്പോൾ പാത്രം എയിൽ നിന്ന് ബിയിലേക്കുള്ള ജലപ്രവാഹം എന്താണ്? 2 പാത്രങ്ങളിലെയും ജലനിരപ്പ് തുല്യമാകുന്നത് വരെ അല്ലേ സാധ്യമാകുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ പരീക്ഷണല്ലേ, അവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജലനിരപ്പ് നമ്മൾ ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബീക്കർ കുറച്ച് ഉയരത്തിൽ വെക്കുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഈ ഒരു ബീക്കർ താഴെയാണ് വെക്കുന്നത്. സോ അവിടെ
നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഉയരത്തിൽ വെക്കുന്ന സമയത്ത് ഉയരം കൂടിയ അല്ലെങ്കിൽ ജലനിരപ്പ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ജലത്തിന് പ്രവാഹം സംഭവിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സൈഫൺ വെക്കുന്ന സമയത്ത് ജലനിരപ്പ് ഈക്വൽ ആവുന്നവരെയല്ലേ പ്രവാഹം നടക്കുള്ളൂ. സപ്പോസ് ഇതാണ് ഞാൻ പറയുന്ന ബീക്കർ, ഇത് കുറച്ച് ഉയരത്തിലല്ലേ ഉള്ളത്. ഇതാണ് സെക്കൻഡ് ബീക്കർ, നമ്മളെ ബി ആയിട്ടുള്ള ബീക്കർ. അപ്പം നമ്മൾ സൈഫൺ വെച്ചു, ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉയരം കൂടിയതിൽ നിന്ന് കുറവുള്ളതിലേക്കാണ് ജലത്തിന്റെ പ്രവാഹം നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ജലം പ്രവഹിക്കുമ്പോൾ എയിലെ ജലത്തിന്റെ അളവ് കുറയുന്നില്ലേ, എന്നാൽ ബിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നില്ലേ. സോ അത് പ്രവഹിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്ന് 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 ഈക്വൽ ആവും, ജലനിരപ്പ് ഈക്വൽ ആവും. അതായത് എയിൽ നിന്നുള്ള ജലമാണ് ബിയിലേക്ക് പോകുന്നത്, അപ്പൊ എയിലുള്ള അളവ് കുറയും, ബിയിലുള്ള അളവ് കൂടും. അപ്പൊ അതിങ്ങനെ വന്ന് 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 ഒറ്റ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താണ്, ജലനിരപ്പിന്റെ ഉയരം ഈക്വൽ ആവുന്നില്ലേ. അതുവരെയല്ലേ ജലം പ്രവഹിക്കുള്ളൂ. ജലനിരപ്പിന്റെ ഉയരം വ്യത്യസ്തമായാലാണ് ജലം പ്രവഹിക്കുള്ളൂ. ഈക്വൽ ആയി കഴിഞ്ഞാൽ, തുല്യമായി കഴിഞ്ഞാൽ ജലം പ്രവഹിക്കില്ല. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരേ ജലനിരപ്പിൽ വെച്ചിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ, ജലനിരപ്പ് ഒരേ ലെവലിലായി കഴിഞ്ഞാൽ ജലം പ്രവഹിക്കില്ല. അത്രയും ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, നമ്മൾ പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ഓരോ സെക്കൻഡിലും എത്ര ജലം പ്രവഹിക്കുന്നുവോ അത്രയും തന്നെ ജലം ഓരോ സെക്കൻഡിലും ബിയിൽ നിന്ന് തിരികെ എയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു പമ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഇതൊരു പമ്പാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എയിൽ നിന്ന് ബിയിലേക്ക് സൈഫണിലൂടെ പോകുന്ന ജലത്തിന് അത്രയും അളവ് തന്നെ ഈ പമ്പ് ഉപയോഗിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് നമുക്ക് പ്രവഹിപ്പിച്ചൂടെ? പമ്പ് ഉപയോഗിച്ചിട്ട് പ്രവഹിക്കാൻ സാധിക്കില്ലേ? അപ്പൊ പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ജലം തുടർച്ചയായി പ്രവഹിക്കില്ലേ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അല്ലേ? ശരിയല്ലേ? നോക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഈ സൈഫൺ ഉപയോഗിച്ചിട്ട് എന്താവുന്നുണ്ട്, സൈഫൺ ഉപയോഗിച്ചിട്ട് ജലം പ്രവഹിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റ പോയിന്റ് അത് തുല്യമാവും, പിന്നെ ജലപ്രവാഹം തുടർച്ചയായി ഉണ്ടാവില്ല, അത് നിൽക്കുന്നുള്ളത്. അതിന് പകരമായിട്ട് നമ്മൾ എന്താണ്, വേറൊരു പമ്പ് വെച്ചിട്ട് ബിയിൽ നിന്ന് അത്ര തന്നെ ജലം എയിലേക്ക് പ്രവഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് ജലം പ്രവഹിക്കുന്നുണ്ട്, അതേപോലെ ബിയിൽ നിന്ന് എയിലേക്കും ജലം പ്രവഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ജലനിരപ്പ് ഒരു തുല്യമാവാനുള്ള സാധ്യത വരുന്നില്ല. എത്രയാണോ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് അത്ര തന്നെ ബിയിൽ നിന്ന് എയിലേക്ക് പമ്പ് ഉപയോഗിച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ രണ്ടിലും ഒരേപോലെ എന്താണ്, പോകുന്നതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പൊ ജലനിരപ്പ് ഈക്വൽ ആവാനുള്ള സാധ്യതയില്ല. മനസ്സിലായിട്ടുണ്ടല്ലോ? ജലനിരപ്പിൽ വ്യത്യാസം വരുന്നില്ല, ഈക്വൽ ആവുന്നില്ല, വ്യത്യസ്തപ്പെട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എത്ര പോകുന്നോ അത്ര തന്നെ വരുന്നുണ്ട് പമ്പ് ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്താ, കണ്ടിന്യൂസ്ലി നിരന്തരമായിട്ട് ആ ജലപ്രവാഹം തുടർന്നുകൊണ്ടിരിക്കാൻ സാധിക്കില്ലേ? ചോദിച്ചിട്ടുള്ളത് അതാ, ജലപ്രവാഹം തുടർച്ചയായി പ്രവഹിക്കുകയില്ലേ? അതെ. ദെൻ എന്തായിരിക്കും കാരണം? ഇവിടെ എന്താണ് കാരണം? പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജലത്തിന് അത്ര തന്നെ അവിടേക്ക് ഇടുന്നത് കൊണ്ടാണ് ജലപ്രവാഹം തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, ഇവിടെ ബാഹ്യ ഊർജ സ്രോതസ്സായ പമ്പിന്റെ പ്രവർത്തനം. ഈ പമ്പ് എന്ന് പറയുന്നത് ബാഹ്യ ഊർജ സ്രോതസ്സല്ലേ? പമ്പ് എന്ന് പറയുന്നത് ബാഹ്യ ഊർജ സ്രോതസ്സാണ്. കാരണം പമ്പ് ഇവിടെ ഇല്ലല്ലോ. പമ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ, ബാഹ്യ ഊർജ സ്രോതസ്സല്ലേ? ഈ പമ്പ് കൊടുക്കുന്ന ഊർജം വെച്ചിട്ടല്ലേ ജലനിരപ്പ് താഴെ ഉള്ളിടത്തുനിന്ന് കൂടുതലുള്ളിടത്തേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ബാഹ്യ ഊർജ സ്രോതസ്സായ പമ്പിന്റെ പ്രവർത്തനമാണ് എയിൽ നിന്ന് ബി എന്നീ പാത്രങ്ങളിലെ ജലനിരപ്പുകൾ തമ്മിലുള്ള ഉയരത്തിലുള്ള വ്യത്യാസം നിലനിർത്തിയതും അതുമൂലം ജലപ്രവാഹം തുടർച്ചയായി സാധ്യമാക്കിയതും. അതായത് അവിടെ ആ പമ്പ് വെച്ചത് കാരണമാണ് ആ ഉയരം നമുക്ക് അതേപോലെ നിലനിർത്താൻ സാധിച്ചതും, അത് കാരണം നമ്മൾ ഈ ജലപ്രവാഹം തുടർന്നുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിച്ചതും. ഇത്രയും പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. നമ്മൾ 3 പരീക്ഷണങ്ങളാണ് മെയിനായിട്ട് ആദ്യം ചെയ്തത്. അതായത് ആദ്യം നമ്മൾ 2 ബീക്കർ എടുത്ത് എ ബി, ഒന്നിൽ നിറമുള്ള ജലം എടുത്തിട്ടുണ്ട്, സൈഫൺ വെച്ച് ഒരേ ലെവലിൽ വെച്ചപ്പം
ജലം പ്രവഹിച്ചില്ല. എന്നാൽ ഉയരത്തിൽ വ്യത്യാസം വന്നപ്പോൾ ജലം പ്രവഹിച്ചു. രണ്ടാമത് താപത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. താപം കൂടുതലുള്ളിടത്തുനിന്ന് താപം കുറവുള്ളിടത്തേക്കാണ് താപം മാറുന്നത്, താപം പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വായുവിന്റെ കാര്യം പറഞ്ഞല്ലോ. വായുമർദ്ദം കൂടുതലുള്ളിടത്തുനിന്ന് വായുമർദ്ദം കുറവുള്ളിടത്തേക്കാണ് വായുവിന്റെ സഞ്ചാരം എന്ന് നമുക്ക് പറയാം. ദെൻ നമ്മൾ നാലാമത് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ ബീക്കറിൽ ജലം പ്രവഹിക്കുന്ന രീതിയാണ് പറഞ്ഞത്. അവിടെ ഒരു പുറത്തു നിന്നുള്ള ഒരു വൈദ്യുത സ്രോതസ് വെച്ചപ്പോഴാണ് നമുക്ക് ഈ ജലത്തിന്റെ ജലനിരപ്പിന്റെ വ്യത്യാസം നിലനിർത്താൻ സാധിച്ചതും അതിലൂടെ ജലപ്രവാഹം തുടർച്ചയായി ചെയ്യാൻ സാധിച്ചതും. അപ്പം അത്രയും പരീക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും പരീക്ഷണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഈ ഒരു പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ വൈദ്യുതിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു.